ഇന്ന് നമുക്ക് അരിപ്പൊടി കൊണ്ട് ഒരു 4 മണി പലഹാരം തയ്യാറാക്കാം. അതിന് 1 കപ്പ് വെള്ളം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചു. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണ് ജീരകം, 1/4 ടീസ്പൂണ് ഉപ്പ്, വെള്ളം തിളച്ച് വരുന്നേ ഉള്ളൂ, ഉപ്പ്, ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, സാധാ മുളക് പൊടി ആയാലും കുഴപ്പമില്ല, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഓയിൽ, ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ഒന്നും കൂടി നന്നായി തിളക്കട്ടെ. ഇനി നന്നായി തിളച്ചതിന് ശേഷം നമുക്കത് ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം അരിപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കാം. ഞാൻ 1/4 കപ്പ് വെള്ളമാണ് എടുത്തത്. ഒരു കപ്പ് അരിപ്പൊടി ഇട്ടിട്ട് നന്നായി വാട്ടിയെടുക്കുന്നുണ്ട്. നന്നായി വാട്ടിയെടുത്തതിന് ശേഷം ഞാനൊരു 5 മിനിറ്റ് മൂടി വെച്ച് അത് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കുന്നുണ്ട്. 5 മിനിറ്റിന് ശേഷം അത് തുറന്ന് നമ്മളെ കൈക്ക് പാകമായ ചൂടിൽ നമുക്ക് കുഴച്ചെടുക്കാം. കുഴയ്ക്കാൻ പറ്റുന്ന ചൂടിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി. ഇതിലേക്ക് പിന്നെ നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ആവശ്യമുണ്ട്. ഈ ഉരുളക്കിഴങ്ങിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇതും കൂടി നമുക്കിനി അതിലേക്ക് ആഡ് ചെയ്യണം. കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല, നന്നായി ഉടച്ചെടുക്കണം. നമുക്ക് ഈ മാവും ഈ ഉരുളക്കിഴങ്ങും കൂടി നന്നായി മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ അപ്പം നമ്മൾ നോക്കണം. മാവിൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി കുഴച്ചെടുക്കാം. മഞ്ഞൾപ്പൊടിയും ജീരകവും ഒക്കെ നമ്മൾ ചേർത്തത് കൊണ്ട് ഇത് നല്ലൊരു ടേസ്റ്റാണ്, ഇത് നല്ലൊരു ഫ്ലേവറും ഉണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയിട്ട് ഷേപ്പാക്കി എടുക്കാം. ഇത്ര കട്ടി വേണം, നന്ന നൈസാവാൻ പാടില്ല. നമ്മളൊന്ന് പലകൻ്റെ മുകളിൽ വെച്ച് പരത്തിയിട്ട് നല്ലോണം നൈസാക്കി പരത്തണ്ട. ഇനി നമ്മളൊരു ഷേപ്പാക്കി എടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത്ര കട്ടിയിൽ ഞാൻ എടുത്തേക്കുന്നു. അങ്ങനെ എല്ലാ മാവും ഞാൻ പരത്തിയിട്ട് പലകൻ്റെ മുകളിൽ വെച്ച് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പരത്തി ഷേപ്പാക്കിയെടുത്ത് അങ്ങനെ ഞാൻ മുഴുവൻ മാവും ഈ ഷേപ്പിൽ ആക്കിയെടുത്തു. ഒന്ന് ചെറുതായിരിക്കുന്നു ലാസ്റ്റത്തെ ഒന്ന്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ മാത്രം നടുക്ക് കുറച്ച് എള്ള് വെച്ച് കൊടുക്കുക, എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം കുറച്ച് എള്ള് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ചട്ടി ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ലോൻ്റെയും മീഡിയത്തിൻ്റെയും ആ നടുക്ക് വെച്ചതിന് ശേഷം നമുക്ക് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്ക് മറിച്ചിടാം. ഇത് ഉള്ളൊക്കെ മാവൊക്കെ വെന്തതല്ലേ, ഉരുളക്കിഴങ്ങായാലും വെന്തതാണ്, അരിപ്പൊടിയും വെന്തതാണ്, പെട്ടെന്ന് ഇങ്ങോട്ട് ആയി കിട്ടും. മേദ ഒന്ന് ഇങ്ങനെ ക്രിസ്പി ആവേണ്ട ആ ഒരു ഇതേ ഉള്ളൂ. അടുത്തത് ഇട്ട് കൊടുക്കുക.
ഇതിന് വേണമെങ്കിൽ നമുക്ക് എരിവിന് വേണമെങ്കിൽ പച്ചമുളകൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുഴയ്ക്കുന്ന സമയത്ത്. പിന്നെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റ് അതൊക്കെ ഇതിൽ ആ കുഴയ്ക്കുന്ന സമയത്ത് ആഡ് ചെയ്യുക. ഇത് കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റാണ് ഉള്ളിൽ. അങ്ങനെ നമുക്ക് എല്ലാ മാവും കൊണ്ടും ഇത് ചുട്ടെടുക്കാം. പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 10 മിനിറ്റ് കൊണ്ട്, അധികം സമയമൊന്നും വേണ്ട. നമുക്കിത് കുറച്ച് കട്ടിയിൽ ഇങ്ങനെ പരത്തുന്നതായിരിക്കും നന്നായിരിക്കുക. നെയ്സാക്കുമ്പോൾ എന്നതിൽ നല്ലത് ഇങ്ങനെ കുറച്ച് കട്ടിയായിട്ട് പരത്തിയെടുക്കുന്നതാണ്. അതിൻ്റെ എള്ളൊക്കെ എണ്ണയിലേക്ക് കുറച്ച് വീണിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അവസാനമുള്ളൊരു ചെറുതുണ്ട്, അതും കൂടി നമുക്ക് ചുട്ടെടുക്കാം. ചുട്ട് കഴിഞ്ഞു. നമ്മുടെ പലഹാരം ഇവിടെ റെഡിയായി.